1909 മുതൽ 1924 വരെ മൂന്നാറിൽ ഉണ്ടായിരുന്ന റെയിൽവേയാണ് മൂന്നാർ റെയിൽവേ അല്ലെങ്കിൽ കുണ്ടള വാലി റെയിൽവേ എന്നറിയപ്പെടുന്നത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ സിസ്റ്റം ആയിരുന്നു ഇത്. പിന്നീട് ഇത് 2 അടി 610 മില്ലിമീറ്റർ വീതിയുള്ള നാരോ ഗേജ് ആക്കി മാറ്റി. ഒരു പാളത്തിലൂടെ മാത്രമുള്ള റെയിൽ ഗതാഗത രീതിയാണ് മോണോറെയിൽ എന്നറിയപ്പെട്ടിരുന്നത്. 1924 വരെ പ്രവർത്തനക്ഷമമായിരുന്ന മൂന്നാർ റെയിൽവേ 1924-ൽ കേരളത്തിലുണ്ടായ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പ്രളയത്തിൽ തകർന്നു. മൂന്നാറിലെ റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ ഇന്നും പലയിടത്തായി കാണാൻ സാധിക്കും. മൂന്നാർ റെയിൽവേ സ്റ്റേഷനായി പ്രവർത്തിച്ച കെട്ടിടം ഇന്ന് ടാറ്റ ടീയുടെ ഓഫീസാണ്. ഇതിനു മുന്നിൽ പഴയ റെയിൽവേ ട്രാക്ക് കടന്നുപോയ വഴികൾ പിന്നീട് റോഡാക്കി വികസിപ്പിക്കുകയുണ്ടായി. 1902-ൽ മൂന്നാറിനെ ടോപ്പ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് മോണോറെയിൽ സ്ഥാപിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേയിലൂടെ കോട്ടക്കുടിയിലും അവിടെ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തും എത്തിച്ചായിരുന്നു തേയില ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിരുന്നത്. മോണോറെയിൽ 1908-ൽ തീവണ്ടിപ്പാതയായി മാറി. മാട്ടുപ്പെട്ടിയിലും പാലാറിലും റെയിൽവേ സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു. 1924-ലെ വെള്ളപ്പൊക്കത്തിൽ തീവണ്ടിപ്പാത തകരുകയും തുടർന്ന് റോപ്പ് വേയെ ആശ്രയിച്ചാണ് തേയില ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ചത്. പിന്നീടാണ് പാതകൾ വികസിപ്പിച്ചതും തേയില നീക്കം റോഡ് മാർഗമാക്കിയതും. ഈ ഒരു റെയിൽവേ ലൈനിന്റെ ഓർമ്മയ്ക്കായി KDHP ഇവിടെ ഒരു റെയിൽവേ ഗാർഡൻ നിർമ്മിച്ചിട്ടുണ്ട്. ഏക്കറുകൾ പരന്നു കിടക്കുന്ന തേയില ശേഖരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് മൂന്നാറിൽ തീവണ്ടി കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും കടൽമാർഗം തീവണ്ടിയുടെ യന്ത്രഭാഗങ്ങൾ എത്തിക്കുകയും അത് ബോഡിമേട്ട് വഴി കാട്ടുപാതയിലൂടെയാണ് മൂന്നാറിൽ എത്തിച്ചത്. അവിടെ വെച്ചാണ് ഈ യന്ത്രഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് തീവണ്ടിയാക്കി മാറ്റിയത്. കുത്തനെയുള്ള കയറ്റങ്ങളിൽ കൽക്കരിയും മറ്റു സ്ഥലത്ത് വിറകും ഇന്ധനമായി ഉപയോഗിച്ചു. ഇടുക്കി ജില്ലയിൽ റെയിൽപാതയുടെ അഭാവം ഏറെക്കാലമായി ഒരു ചർച്ചാ വിഷയമാണ്. മലനിരകളും പരിസ്ഥിതി സംബന്ധിച്ച പ്രശ്നങ്ങളും മൂലം റെയിൽപാതയുടെ നിർമ്മാണം എപ്പോഴും സവിശേഷമായ വെല്ലുവിളികളാണ് നേരിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കിക്കടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ കോട്ടയം, എറണാകുളം, ആലുവ തുടങ്ങിയവയാണ്.